എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് സ്വാഗതം. എത്ര കഴിച്ചാലും കൊതി മാറാത്ത ഒരു അടിപൊളി ബീഫ് ബിരിയാണിയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളാണ്, പക്ഷേ മെത്തേഡ്സ് എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ല അൾട്ടിമേറ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ശ്രദ്ധയോടെ കാണണം. എല്ലാ തവണത്തെയും പോലെ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം, എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സബ് ടൈറ്റിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാരിനേഷൻ തുടങ്ങാം. കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മുടെ ഹൈദരാബാദി ബിരിയാണി, ചിക്കൻ ബിരിയാണിയിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി നോക്കിയാൽ മതി, ലിങ്ക് ഇത് അവിടെ മുകളിലുണ്ട്. സിനമൺ, ഷാഹി ജീര, ക്ലൗസ്, പിന്നെ കുറച്ച് ചതച്ച കാഡമം, നമ്മുടെ ഏലക്കായ, പിന്നെ കുരുമുളക് ചതച്ചത്. ഇത് നമ്മുടെ ഗ്രീൻ പേസ്റ്റാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാല, നമ്മുടെ ഹോം മെയ്ഡ് ഗരം മസാലയാണ്. അതിൻ്റെ റെസിപ്പി താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിലും ഉപ്പും. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതിന് ഈ മസാലയിൽ ഇരുന്ന് നന്നായിട്ട് അതിൻ്റെ ആ ഫ്ലേവർ മീറ്റിലേക്ക് പിടിക്കണം. നിങ്ങൾ പീസസ് കണ്ടല്ലോ, ഇതിൻ്റെ പീസ് ഇപ്പോഴും കുറച്ച് സൈസിലാണ് കട്ട് ചെയ്യുന്നത്, തീരെ ചെറിയ ചെറിയ പീസല്ല. അതുപോലെ തന്നെ അതിൽ ബോൺ വേണം. നമ്മുടെ എല്ലുണ്ടെങ്കിലാണ് അത് ഇരുന്ന് കുക്കാവുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ. ബോൺലെസ് ബീഫ് ഹൈദരാബാദി ബിരിയാണിക്ക് എടുക്കരുത്. അപ്പോൾ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലൊന്ന് പോയി നോക്കണം. ഒരുപാട് റെസിപ്പീസും ഒരുപാട് നല്ല നല്ല വീഡിയോസും ഉണ്ട്. നിങ്ങൾക്കത് ആവശ്യം വരും. അതുപോലെ നമ്മൾ റെഗുലറായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലെടുത്തിട്ട് എയർ ടൈറ്റായിട്ട് അടച്ച് ഒരു 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോഴാണ് ആ മസാല അതിൽ കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. നിങ്ങൾക്ക് വളരെ തിരക്കുള്ള ടീമാണ്, സമയമില്ല, അങ്ങനെയാണെങ്കിൽ മിനിമം 3 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ 3 to 6 hours മിനിമം ഇരിക്കണം കേട്ടോ. ആ ഒരു റേഞ്ചിലിരിക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട്, പ്രഷർ കുക്കറിനെ കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത്. ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലിട്ടിട്ട് അതിൽ അടുത്ത മാരിനേഷൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കുകയാണ്. നമ്മൾ തൈര് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിവിടെ ദുബായിലായതുകൊണ്ട് എനിക്ക് യോഗട്ടാണ് കിട്ടിയത്, അപ്പോൾ ഞാൻ കലക്കി അത് ചേർത്തു. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്രൈഡ് അനിയൻസ്. ഇത് നമ്മൾ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഫ്രൈ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്തില്ല. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബീഫ് അത് ആ മസാലയിൽ ഇരുന്ന് ഒരു കുറച്ച് ടെൻഡറൈസ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഫ്രൈ ചെയ്ത ഒനിയനും പിന്നെ ബാക്കിയുള്ള യോഗട്ടും ഒക്കെ കൂടി ഹെൽപ്പ് ചെയ്യും അതിനെ നന്നായിട്ട് കുക്കാവാനായിട്ട്. പക്ഷേ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രഷർ കുക്കറിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്ത ടേസ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആയിപ്പോവും. നമ്മൾ നല്ല കട്ടിയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിൽ ഒരു 3 മണിക്കൂറെങ്കിലും വേവിച്ചെടുക്കണം. കേട്ട് ഞെട്ടണ്ട, ആ 3 മണിക്കൂർ വേവിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ആ ബിരിയാണിക്ക് ഒരു വളരെ വളരെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിനി വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത് നമ്മുടെ സഫ്രോണാണ്, കുങ്കുമപ്പൂവ്. അത് ചൂടുള്ള പാലിലിട്ട് വയ്ക്കുന്നു. ഒരു 2-3 മണിക്കൂർ അത് അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഫുൾ എസെൻസും അതിലേക്ക് ഇറങ്ങും. കണ്ടോ, നമ്മുടെ ബീഫ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ്സിന് മുമ്പ് ബീഫ് നമുക്കറിയാമല്ലോ, ഒരു 3 മണിക്കൂർ എടുക്കുമെങ്കിൽ 2.5 മണിക്കൂറാകുമ്പോൾ കുറച്ച് റൈസ് വാഷ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെക്കണം. എഗെയിൻ അളവുകളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ബോയിൽ ചെയ്യാനുള്ള വെള്ളം വെച്ച് അത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഫ്ലേവറിങ് ആയിട്ടുള്ള സാധനങ്ങൾ ചേർക്കാം. ഷാഹി ജീര, കുറച്ച് കുരുമുളക്, ഏലക്കായ, സിനമൺ, വളരെ ക്വാളിറ്റിയുള്ള സിനമൺ ആയിരിക്കണം. പിന്നെ ക്ലൗസ് എന്ന് പറയുമ്പോൾ കരയാമ്പൂ, 2 പച്ചമുളക്. അറിയാലോ, ഹൈദരാബാദി ബിരിയാണി സ്പൈസിയാണ്. നമ്മൾ മലയാളികൾ സ്പൈസി കഴിക്കുക, അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് നാരങ്ങ നീര്, അത് ആ റൈസിൻ്റെ കളറ് റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നല്ലതാണ്. പിന്നെ നമ്മുടെ ഉപ്പ്. നിങ്ങൾക്ക് കല്ലുപ്പ് കിട്ടുകയാണെങ്കിൽ കല്ലുപ്പ് ഉപയോഗിച്ചോട്ടോ, അതിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. ആ അയോഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത്തിരി കഴിയുമ്പോൾ സിനമൻ്റെ ഒക്കെ കളർ ആ റൈസിലേക്ക് വരും. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തു, അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്തുകൊണ്ട് തന്നെ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾ ഓവറായിട്ട് ഇളക്കരുത്. ഇത് നമുക്കൊരു 70% കുക്കായാൽ മതി. ബാക്കി നമ്മൾ ദം ചെയ്യുമ്പോൾ ഇരുന്ന് കുക്കായിക്കോളും. കണ്ടോ, വെള്ളം ഏകദേശം വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ ഊറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് മാറ്റാൻ റെഡി ആയിട്ടിരിക്കണം. അധികം വെള്ളം വാർന്നു പോകരുത്, ജസ്റ്റ് ഒന്ന് വാർന്നു പോയാൽ മതി.
അപ്പോൾ നമ്മുടെ ചോറ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ആ കുങ്കുമപ്പൂവ് ഇട്ട പാലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കാം. അതിൻ്റെ കളറും ഫ്ലേവറൊക്കെ മാക്സിമം ഇറങ്ങി വരും. ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ റൈസ് ഊറ്റി അപ്പം തന്നെ ദം ചെയ്യൽ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഒരു ലെയർ ബീഫ് ഇട്ടു. ഇപ്പോൾ ഒരിത്തിരി ഡ്രൈ ആണ്, നിങ്ങളത് നോക്കിയിട്ട് പേടിക്കേണ്ട. അത് അതുപോലെ തന്നെ ഇരുന്നാൽ മതി, അധികം ഗ്രേവി വേണ്ട. കാരണം അത് നമ്മുടെ റൈസും അതിൻ്റെ വെള്ളവും കൂടി ഇറങ്ങുമ്പോൾ കറക്റ്റ് ആയിരിക്കും. നമ്മൾ നന്നായിട്ട് നിരത്തിയിട്ടു. പിന്നെ അതിന് മുകളിലേക്ക് ചോറിട്ടു. കാരണം അതിന് ആവി വരുന്നുണ്ട്. ആ ചോറൊട്ടും നിങ്ങൾ ഊറ്റി കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് പോലും വെക്കേണ്ട, ഡയറക്റ്റ് നിങ്ങൾക്ക് ദം ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇതൊരു 75% ഉള്ളൊക്കെ ആയിട്ടുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണമെങ്കിൽ ഒരു 3 മിനിറ്റ്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും. ബാക്കി അതിലിരുന്നായിക്കോളും. അപ്പോൾ നമുക്കൊരു ലെയർ ഇട്ടിട്ട് ഒന്ന് നിരത്തിയിടാം. പിന്നെ അതിന് മീതെ നമ്മുടെ ബാക്കിയുള്ള ഹെർബ്സും സ്പൈസസൊക്കെ ചേർക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല, ആ റെസിപ്പി ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ആ ഗരം മസാല ഒരു നുള്ളു വിതറിയിടാം നിങ്ങൾക്ക് എക്സ്ട്രാ സ്പൈസിനെസ് ഇഷ്ടമാണെങ്കിൽ. കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സഫ്രോൺ മിൽക്ക്. മുമ്പ് നമ്മളൊരു പ്രാവശ്യം പറഞ്ഞ പോലെ ബിരിയാണിയൊക്കെ പണ്ട് രാജാക്കന്മാരുടെ ഭക്ഷണമായിരുന്നു, അവർക്ക് മാത്രം അഫോർഡ് ചെയ്യാവുന്ന. കുറച്ചുകൂടി ഗീ ഇട്ട് കൊടുത്തു. അവർക്ക് മാത്രം അഫോർഡ് ചെയ്യാവുന്ന ഭക്ഷണമായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ റിച്ച്നെസ് ഉണ്ടാവും, നെയ്യ് കൂടുതലുണ്ടാവും, പിന്നെ ഈ കുങ്കുമപ്പൂ അങ്ങനെയുള്ള സാധനങ്ങളുണ്ടാവും. അത് നമ്മൾക്ക് ആ ഫ്ലേവർ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ കുങ്കുമപ്പൂ കിട്ടാനില്ല, അങ്ങനെയാണെങ്കിൽ മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ഒഴിച്ചാലും മതി. പക്ഷെ അത് ഈ ടെക്സ്ചർ കിട്ടില്ല, ആ ഫ്ലേവറും കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് നമ്മുടെ രണ്ടാമത്തെ റൈസ് ദം ചെയ്യാനുള്ള രണ്ടാമത്തെ ലെയർ അതിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. കുറച്ച് മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ വറുത്ത് വെച്ചേർന്ന ആ ഉള്ളി, ഒനിയൻ്റെ റിങ്സ്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ഒനിയൻ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നെയ്യ് നിങ്ങളുടെ ഹെൽത്തി ഹാബിറ്റ്സ് അനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്താം. ഞാനിപ്പോൾ 1 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. നിങ്ങളൊരു 3 ടീസ്പൂൺ വരെയൊക്കെ എടുത്താലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബീഫിൽ നെയ്യ് ഉണ്ടാവും. പിന്നെ നമ്മൾ ആ റൈസ് ഊറ്റിയപ്പോൾ വെച്ചേർന്ന വെള്ളത്തിൽ നിന്ന് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം. ഇനി നമുക്ക് ദം ചെയ്യാൻ വെക്കാം. ദം ചെയ്യാൻ വെക്കുമ്പോൾ എപ്പോഴും ഒരു അലുമിനിയം ഫോയിലോ എന്തെങ്കിലും ഇട്ട് അടച്ചിട്ട് അതിന് മീതൊരു അടപ്പ് വെച്ചാൽ മതി. ഇത് വലിയ മൈദ ഒട്ടിച്ച് ദം ചെയ്യേണ്ട ആവശ്യമില്ല. കണ്ടോ, ഞാൻ അതിൻ്റെ അടിയിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് അടിയിൽ പിടിക്കില്ല എന്നുള്ളതാണ്. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡി. ആഹാ, എന്താ മണം! നമുക്കിനി ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട്, എപ്പോഴും അറിയാലോ ബീഫൊക്കെ അടിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് പതുക്കെ താഴേന്ന് സൈഡിൽ നിന്ന് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ബീഫ് ഒന്നും കൂടി കുക്കായിട്ടുണ്ട്. ആ 20 മിനിറ്റ് ആ റൈസിലേക്ക് അതിൻ്റെ ഫ്ലേവർ മുഴുവനും ഇറങ്ങിയിട്ടുണ്ട്. നല്ല കൊതിപ്പിക്കുന്നൊരു ടെക്സ്ചറും കൊതിപ്പിക്കുന്നൊരു മണമാണ് വരുന്നത്. എനിക്കത് മുഴുവൻ നിങ്ങളുടെ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാൻ പറ്റില്ല. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഹൈദരാബാദി സ്റ്റൈൽ മാത്രമേ ചെയ്യുള്ളൂ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബീഫാണ്, നല്ല ചൂടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളെ പൊട്ടിച്ച് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക.